ഇത് ഞങ്ങളുടെ കമ്പനിയുടെ ന്യൂ പ്രോഡക്റ്റാണ് സാർ. സാർ മാർക്കറ്റിൽ നിന്ന് ഇതിൻ്റെ ക്വാളിറ്റി എല്ലാം വേറെ ഒന്നുമില്ല സാർ. സാർ ഈ സാമ്പിൾ ഒന്ന് നോക്ക് സാർ. നോക്കിയിട്ട് സാർ ഇഷ്ടപ്പെട്ട മാത്രം എടുത്താൽ മതി സാർ. കസ്റ്റമേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ ഈസി ആയിട്ട് ഈ മെറ്റീരിയൽ പറ്റും സാർ. എടോ അതൊന്നും കൊടുക്കണ്ട, ഇപ്പം വേണ്ട. ഇപ്പം വേണ്ട, ബിസിനസ് വളരെ മോശമാണ്. ഇതൊക്കെ നോക്കിയത് അവസ്ഥ വളരെ മോശമാണ്. ഇപ്പം വേണ്ട, തൻ്റെ നമ്പർ എൻ്റെ കയ്യിലില്ല. ഞാൻ വിളിക്കാം സാർ. ഇത് വിളിക്കാം. ഇതെല്ലാം വലിച്ച് താഴെട്ടോ. എന്താ കുഞ്ഞു നീ കാണിക്കുന്നേ? കളിക്കാൻ വേറെ ഒന്നുമില്ലേ നിനക്ക്? ഈടായിട്ട് നിന്റെ വികൃതി അല്പം കൂടുന്നുണ്ട്. ഒരെണ്ണം വെച്ച് തന്നാലുണ്ടല്ലോ. പൈപ്പ് തുറന്നിടാ, സാധനങ്ങളൊക്കെ വലിച്ചെറിയാ. എന്താ ഇത്? അതെങ്ങനാ അച്ഛൻ്റെ മോള് ആ സ്വഭാവം കാണിക്കാതിരിക്കില്ലല്ലോ. ആ സോഫയിലങ്ങ് പോയിരിക്കും വെച്ചേ. കൊച്ചിന് കളിപ്പാട്ട് വാങ്ങിക്കാനൊക്കെ അങ്ങേരുടെ കയ്യിൽ കാശുണ്ട്. ഞാൻ എന്തെങ്കിലും വാങ്ങിക്കാൻ പറഞ്ഞാ വന്ന് ഇതെന്താ എത്ര ലേറ്റ് ആയേ? ബൈക്ക് വഴി വെച്ച് പിന്നെ നിന്ന്. ഓ, നിങ്ങളോട് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലല്ലോ. എത്ര തവണ ഞാൻ പറയുന്നു ആ ബൈക്ക് ഒന്ന് മാറ്റാൻ? പറയാൻ എളുപ്പമാണ്. ഒരു ദിവസത്തെ ചെലവെത്തിക്കാൻ പറഞ്ഞ പാടെ എനിക്കറിയാൻ പാടുള്ളൂ. പിന്നെയാണ് ഒരു ബൈക്ക് മേടിക്കുന്നത്. നല്ല സാലറി ഉള്ള ജോലി നോക്കണമായിരുന്നു. എടി നീ കയറി അങ്ങോട്ട് പോണ്ട. ഈ ജോലി ഉള്ളതുകൊണ്ടാ കഞ്ഞി കുടിച്ച് പോകുന്നത്. മനസ്സിലായാ? ഓ, കഞ്ഞി കുടിച്ചെല്ലാം ആയില്ലോ. ഇവിടെ വൃത്തിക്ക് നടക്കാനും മറ്റൊന്നും വേണ്ടല്ലോ. മതി, നിന്റെ പരിഭവം വരാതെ നിർത്ത്. നല്ല വിശപ്പുണ്ട്. നീ കുറച്ച് ചോറെടുത്ത് വയ്ക്കി, ഒന്ന് കുളിച്ചിട്ട് വരാം. ചോറിന് മീനൊന്നുമില്ല കേട്ടോ. ഞാൻ മീനൊന്നും ചോദിച്ചില്ലല്ലോ, ഉള്ളത് മതി. എടി നീ ആ പാൽക്കാരന് പൈസ കൊടുത്താ? അത് കൊടുത്തിട്ടൊന്നുമില്ല. എന്താ പാൽക്കാരന് പൈസ കൊടുക്കാൻ? പാൽക്കാരന് പൈസ കൊടുക്കാൻ പറഞ്ഞല്ലേ? നിങ്ങളോട് ഞാൻ ഒരാഴ്ചയായിട്ട് പറയണതല്ലേ ഫേസ് ക്രീം കഴിഞ്ഞെന്ന്. ഞാനിത് വാങ്ങി. ഓ,
അപ്പൊ ഫേസ് ക്രീം ഇട്ട് ചായ കുടിക്കാം അല്ലേ? ആ അങ്ങനെ തന്നെ ഞാൻ ചായ ഇട്ട് തരാം. ഞാനൊന്നും പറയണില്ല, പറഞ്ഞാലേ ഓടിപ്പോവും. ചേട്ടാ കുഞ്ഞോ, ഫുഡ് കഴിച്ചായിരുന്നാ? വരെ ചേച്ചാ കഴിച്ചോട്ടാ. എടി മായേ, ഇവിടുന്ന് ഷർട്ട് എവിടെടി? എടി കിടന്ന് കോഴി വിളിക്കണ്ട, ഞാൻ പോയി എടുത്തിട്ട് വരാം. നിങ്ങളുടെ ഷർട്ട് ഇതിന് 500 രൂപ എവിടെടി? കാശോ എനിക്കറിയില്ല. നീ കളിക്കില്ലേട്ടാ, നാളെ എന്റെ സ്കൂട്ടി ശരിയാക്കാനും എന്റെ ചെലവിനും മിച്ചം വെച്ച കാശാത്. വേറെ 1 രൂപ എന്റെ കയ്യിൽ എടുക്കാനില്ല. ഞാൻ കാശ് എടുത്തോണ്ട് പോവാ. നിങ്ങൾ എപ്പോഴും എങ്ങനെയാണ്? കാശ് സൂക്ഷിക്കാൻ അറിയില്ല. എടി നീ എന്തെങ്കിലും ആവട്ടെ, എന്റെ കാശ് എടുത്തോണ്ട് ആദ്യം. ഞാൻ എടുത്തെങ്കിലല്ലേ, ഞാൻ എടുത്തിട്ടില്ലെന്ന്. നിങ്ങൾ എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടാവും, നോക്ക്. ഇവിടെ ഇല്ല പെണ്ണേ. നീ എവിടെ കൊണ്ട ഷർട്ട് ഇട്ടേ? എവിടെടി? ഇവിടെ ഇല്ല. എനിക്ക് നിന്നെ വിശ്വാസമായ മാറോടുന്നു. നീ ആ പാൽക്കാരൻ കൊടുക്കാൻ പറ്റിയ പൈസ എന്താ ചെയ്തേ? നീ എടുക്കും, കാരണം നിനക്ക് നിന്റെ സ്വന്തം കാര്യം മാത്രമേ ചിന്തയുള്ളൂ. അതെങ്ങനെയാ മുഖം മേടിക്കാനും വസ്ത്രം മേടിക്കാനും തിരക്കിനിടയ്ക്ക് മറ്റുള്ളൊരു കാര്യം നോക്കാൻ സമയമുണ്ടോ നിനക്ക്? എന്താടി എന്താണ് ദേഷ്യം വരണ്ട? മാറി കുഞ്ഞു തെറ്റ് ചെയ്തെന്ന് പറഞ്ഞ് ന്യായീകരിക്കാൻ ശ്രമിക്കുന്നു. ഒന്ന് തന്നാലില്ല. എല്ലാത്തിനും കാരണം നീയാ, നീ മാത്രം. സാധനങ്ങൾ നശിപ്പിച്ചാലല്ല എന്റെ വിധ മാറും. പിന്നെ ഇല്ലാത്തത് ഉണ്ടാക്കി പറഞ്ഞാ ഇതിനപ്പുറം ചെയ്തു പോകും. മതിയായി, എനിക്ക് ജീവിതം മടുത്തു. എന്ത് ശബ്ദം ഇവിടെ? അയ്യോ എന്റെ മോള്, അയ്യോ മോളെ, മോളെ എന്താ പറ്റിയടി? മോളെ എന്റെ കണ്ണു നോക്കുന്നില്ല. മോളെ മോളെ വാ, ഹോസ്പിറ്റലിൽ കൊണ്ടുപോ. എങ്ങനെ കൊണ്ടുപോകാനാ? ബൈക്കില്ലല്ലോ. ഇനിയെങ്കിലും പറഞ്ഞ 500 എവിടെ വെച്ചേ? ഏട്ടാ ഞാൻ എടുത്തിട്ടില്ലെന്ന്. നീ അവിടെ എവിടെയെങ്കിലും നോക്ക്. മോളെ 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 കണ്ണു നോക്കല്ലേ, വരെ നോക്ക്. നീ നോക്കിക്കൊണ്ടിരിക്കുവല്ലേ മോളെ? ഏട്ടാ കൊണ്ട് കൊടുക്ക മാത്രമേ ഉള്ളൂ. നീ തല്ലി പൊളിക്ക്, വണ്ടിക്കാശിലും കിട്ടുമോ നോക്കാലോ. മോളെ 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 വേഗം ഒന്ന് നോക്കടി നീ. മോളെ ഏട്ടാ ഹലോ ഹലോ മോളു ഓക്കെ, ഷീസ് ഫൈൻ നൗ. നല്ല ക്ഷീണമുണ്ട്, ആള് കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ. ഓക്കെ, പിന്നെ വേറെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ കേശവല്ലി ഒന്ന് പറഞ്ഞാൽ മതി കേട്ടോ. ഓക്കെ മോളു, പോട്ടെ. ഓക്കെ. എന്തിനാ മോളും പേടിക്കണേ?
പേടിക്കണ്ട കേട്ടാ. അച്ഛൻ മോനെ ചീത്ത അറിയില്ല കേട്ടാ. കേട്ടാ. പിന്നെ മോന്റെ പഴയ കുടുക്കില്ലേ, അച്ഛന്റെ കയ്യിൽ നിന്ന് താഴെ വീണ് പൊട്ടിപ്പോയി. അതിന് പകരം അച്ഛൻ ദേ നോക്കിയേ മോൾക്ക് മേടിച്ചതാണ്. ഇഷ്ടപ്പെട്ടോ? ഇതച്ഛൻ മോൾക്ക് പുതിയതൊരെണ്ണം മേടിച്ചതാ. അല്ല, മോൾ എന്ത് വാങ്ങാനാ കൊടുക്കുക ഇങ്ങനെ കാശിട്ട് കൂട്ടുന്നേ? അച്ഛന് കാറ് മേടിക്കാനാ. മോളെ ഒരു മിനിറ്റ്. അച്ഛൻ ഇപ്പൊ സന്തോഷായില്ലേ?